ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് പാർട്ട് 10ലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റിയേജൻറ്റ് യൂസ്ഡ് ഇൻ സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ മെത്തേഡ്. സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ മെത്തേഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഏതാണ്? ഈ എല്ലാ മെത്തേഡുകളും റിയേജൻറ്റുകളും എല്ലാം കൂടി കൺഫ്യൂഷൻ ആവരുത്. സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ മെത്തേഡിൽ ഉപയോഗിക്കുന്ന റിയേജൻറ്റ് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ ആണ്. ഏതാണ് ഡ്രാപ്കിൻസ് സൊല്യൂഷൻ? വായിക്കാം. ഡ്രാപ്കിൻസ് റിയേജൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഷറിംഗ് ഹിമോഗ്ലോബിൻ ഫ്രം ബ്ലഡ് സാമ്പിൾസ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ബ്ലഡ് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ബ്ലഡിലെ ഹിമോഗ്ലോബിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രാപ്കിൻസ് റിയേജന്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കംപ്രൈസസ് പൊട്ടാസ്യം ഫെറിസയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് ആൻഡ് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആസ് കമ്പോണൻസ്. അപ്പം ഈ റിയേജന്റിലെ കമ്പോണൻസ് ആരൊക്കെയാണ്? പൊട്ടാസ്യം ഫെറിസയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് ആൻഡ് പൊട്ടാസ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അറിഞ്ഞിരിക്കാം. അടുത്ത പോയിന്റ്, പൊട്ടാസ്യം ഫെറിസയനൈഡ് ഓക്സിഡൈസസ് ഹിമോഗ്ലോബിൻ ടു മെത്ത് ഹിമോഗ്ലോബിൻ ആൻഡ് ദെൻ ടു സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ. അപ്പോൾ ഈ പൊട്ടാസ്യം ഫെറിസയനൈഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന ഹിമോഗ്ലോബിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് മെത്ത് ഹിമോഗ്ലോബിൻ ആക്കുന്നു. പിന്നീട് അതിനെ സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ ആക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത് എന്താണ്? സയാൻ മെത്ത് ഹിമോഗ്ലോബിൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ആണ് ഏത്? ഡ്രാപ്കിൻസ് സൊല്യൂഷൻ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ദി സോൺ ഓഫ് ബയോസ്ഫിയർ റിസർവ് വെർ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എലൗഡ്. അപ്പം ഹ്യൂമൻ ആക്ടിവിറ്റി ആണ് എല്ലാ സ്ഥലത്തും അല്ലെ, അതൊരു പരിധി വരെ എന്താണ് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആക്ടിവിറ്റീസ് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള മേഖലയെ എന്ത് പറയുന്നു? ബഫർ സോൺ എന്ന് പറയുന്നു. എന്താണ് ബഫർ സോൺ? ബാക്കി വായിക്കാം. എ ബയോസ്ഫിയർ റിസർവ് ഈസ് ബേസിക്കലി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. 3 സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് നമ്മുടെ ബയോസ്ഫിയർ റിസർവിനെ. ഏതൊക്കെയാണ്? കോർ സോൺ. കോർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലൈസ് അറ്റ് സെന്റർ വെർ നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എലൗഡ്. ഹ്യൂമൻ ആക്ടിവിറ്റി ഒന്നും ഒരു തരത്തിലും എലൗ ചെയ്യാത്ത ഏരിയ ഏതാണ്? സോൺ ഏതാണ്? കോർ സോണാണ്, സെന്ററിലുള്ള സോണാണ്. അടുത്തത് ബഫർ സോൺ. ബഫർ സോൺ എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ, ഇൻ ദി സോൺ ലിമിറ്റഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ എലൗഡ്. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും. തേർഡ് സോൺ ഏതാണ്? മാനിപ്പുലേറ്റീവ് സോൺ. എന്താണ് മാനിപ്പുലേറ്റീവ് സോൺ? വായിക്കാം. ഇൻ ദി സോൺ മൾട്ടിപ്പിൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ എലൗഡ്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് മാനിപ്പുലേറ്റീവ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 3 സോണുകൾ? കോർ സോൺ, ബഫർ സോൺ ആൻഡ് മാനിപ്പുലേറ്റീവ് സോൺ. അപ്പൊ ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ലൂക്കോസൈറ്റ്സ് പ്രസന്റ് ഇൻ നോർമൽ CSF. ലൂക്കോസൈറ്റ്സ് പ്രസന്റ് ഇൻ നോർമൽ CSF. ലൂക്കോസൈറ്റ്സ് ആരായിരുന്നു? WBC. CSFൽ പ്രസന്റ് ആയിട്ടുള്ള നമ്മളെ WBC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. അപ്പൊ ലിംഫോസൈറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഉത്തരമായിട്ട് കണ്ടു അല്ലെ. ലിംഫോസൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ. ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെല്ലാണ്. ലിംഫോസൈറ്റ് എന്താണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ഒരു സെല്ലാണ് ആര്? ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. ദ ലിംഫോസൈറ്റ്സ് പ്രസന്റ് ഇൻ ദ CSF. CSF എന്ന് പറഞ്ഞാൽ എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കേട്ടോ. ആർ സിമിലർ ടു ദോസ് ഇൻ ദ പെരിഫറൽ ബ്ലഡ്. Small lymphocytes predominate and 75 to 95% are T lymphocytes. സ്മോൾ ലിംഫോസൈറ്റ്സ് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും കൂടാതെ ഏകദേശം ഒരു 95% ആരാണ്? T ലിംഫോസൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ദിവസം ഒരു NK സെൽസിനെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്തെടുക്കാൻ ശ്രമിക്കാം. അടുത്തത്, അപ്പം ലൂക്കോസൈറ്റ്സ് പ്രസന്റ് ഇൻ നോർമൽ CSF ആരാണ്? ലിംഫോസൈറ്റ്സ് ആണ്. അടുത്തതിലേക്ക് പോകാം. The tool for transferring and streaking culture is. The tool for transferring and streaking culture is inoculating loop.
ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് കേട്ടോ. എന്താണ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു പിക്ചർ കൊടുക്കാം, നമുക്ക് വായിച്ചു നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ ഫോർ ട്രാൻസ്ഫറിംഗ് കൾച്ചേഴ്സ് ഈസ് ദ വയർ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ്. ഇറ്റ് ക്യാൻ ബി ക്വിക്കലി സ്റ്റെറിലൈസ്ഡ് ബൈ ഹീറ്റിംഗ് ഇറ്റ് ടു റെഡ് ഹോട്ട് ഇൻ എ ബൺസൺ ബർണർ ഫ്ലെയിം. The tool consists of a thin handle with a loop about 5 mm wide or smaller at the end. അതിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. Tool consists of a thin handle with a loop about 5 mm wide or smaller at the end. ആ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം ദ ടൂൾ ഫോർ ട്രാൻസ്ഫറിങ് ആൻഡ് സ്ട്രീക്കിംഗ് കൾച്ചർ ഈസ്. അപ്പം സ്ട്രീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം സ്ട്രീക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ മൈക്രോബയോളജി ഫോർ ദ ഐസൊലേഷൻ ഓഫ് സിംഗിൾ കോളനീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് എയ്തർ ഫ്രം എ മിക്സഡ് സ്പീഷീസ് ഓർ ഫ്രം ദ സെയിം സ്പീഷീസ്. ഇതിനെയാണ് നമ്മൾ സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആ ചിത്രം ഓർമ്മയില്ല, കുറേ സ്ട്രീക്സ് നമ്മൾ ഈ ഒരു ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ആ പ്ലേറ്റിനകത്ത്. ആ സ്ട്രീക്കിങ് അതൊക്കെ ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് കേട്ടോ, സ്ട്രീക്ക് പ്ലേറ്റ് മെത്തേഡൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ആരുടെ ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ആർ നോൺ ആസ് cell wall deficient bacteria have no definite shape. They are known as mycoplasma. ഏറ്റവും സ്മോളസ്റ്റ് സെല്ലാണ് അല്ലെ mycoplasma. Examples of bacteria that lack a cell wall are mycoplasma and L-form bacteria. Mycoplasma pneumoniae are bacteria that can cause illness by damaging the lining of the respiratory system. Okay, people can have the bacteria in their nose or throat at one time or another without being ill. അപ്പോൾ മൈക്രോപ്ലാസ്മയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൈക്രോപ്ലാസ്മ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽ വാൾ ഡെഫിഷ്യന്റ് ബാക്ടീരിയ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. ദേ ആർ നോൺ ആസ് മൈക്രോപ്ലാസ്മ. ഓക്കെ, അടുത്തിലേക്ക് പോകാം. ദ FRC പാരാമീറ്റർ ഇൻ ഹെമറ്റോളജി അനലൈസർ മെഷേഴ്സ്. എന്താണ് ദ FRC പാരാമീറ്റർ ഇൻ ഹെമറ്റോളജി അനലൈസർ മെഷേഴ്സ് ഷിസ്റ്റോസൈറ്റ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു ഷിസ്റ്റോസൈറ്റ്? ഇറ്റ് ഈസ് എ ഫ്രാഗ്മെന്റഡ് പാർട്ട് ഓഫ് എ റെഡ് ബ്ലഡ് സെൽ. എന്താണ്? റെഡ് ബ്ലഡ് സെൽസിന്റെ ഫ്രാഗ്മെന്റഡ് പാർട്ടാണ് ഷിസ്റ്റോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷിസ്റ്റോസൈറ്റ്സ് ആർ ടിപ്പിക്കലി ഇറഗുലർലി ഷേപ്ഡ്, ജാഗ്ഡ് ആൻഡ് ഹാവ് 2 pointed ends. അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു. ഷിസ്റ്റോസൈറ്റ്സ് ആർ മേജർ സൈൻസ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ ആൻജിയോപ്പത്തിക് ഹിമോലിറ്റിക് അനീമിയ. ഷിസ്റ്റോസൈറ്റ്സ് എന്തിന്റെ സൈൻസ് ആണ്? ആക്ച്വലി മൈക്രോ ആൻഡ് മാക്രോ ആൻജിയോപ്പത്തിക് ഹിമോലിറ്റിക് അനീമിയന്റെ സൈൻസ് ആണ് ഈ ഷിസ്റ്റോസൈറ്റ്സിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ദ FRC പാരാമീറ്റർ ഇൻ ഹെമറ്റോളജി അനലൈസർ മെഷേഴ്സ് ഷിസ്റ്റോസൈറ്റ്സ്. ദേ ആർ ദ ഫ്രാഗ്മെന്റഡ് പാർട്ട് ഓഫ് RBC. FRC ഡൗട്ട് ഇല്ലല്ലോ. FRC എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റഡ് റെഡ് ബ്ലഡ് സെല്ലോ റെഡ് സെൽ, അത്രയും അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ. അടുത്തതിലേക്ക് പോകാം. ദ പോളിസൈത്തീമിയ ഈസ് ഡയഗ്നോസ്ഡ് ഇൻ കേസ് ഓഫ്. പോളിസൈത്തീമിയ ഈസ് ഡയഗ്നോസ്ഡ് ഇൻ കേസ് ഓഫ് ഹൈ ഹിമോഗ്ലോബിൻ വാല്യൂ. എന്താണ് ഹൈ ഹിമോഗ്ലോബിൻ വാല്യൂ? വായിച്ചു നോക്കാം. പോളിസൈത്തീമിയ ഈസ് എ കണ്ടീഷൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് സർക്കുലേറ്റിംഗ് റെഡ് ബ്ലഡ് സെൽസ് ഇൻ ദ ബ്ലഡ് സ്ട്രീം. ഓക്കെ, പോളിസൈത്തീമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. പീപ്പിൾ വിത്ത് പോളിസൈത്തീമിയ ഹാവ് ആൻ ഇൻക്രീസ് ഇൻ ഹെമാറ്റോക്രിറ്റ്, ഹിമോഗ്ലോബിൻ ഓർ റെഡ് ബ്ലഡ് സെൽ കൗണ്ട് എബവ് ദി നോർമൽ ലിമിറ്റ്. അപ്പോൾ ഇതൊരു നോർമൽ ലിമിറ്റിന്റെ മുകളിലേക്ക് ഇവയെല്ലാം കടന്നു പോവുകയാണെങ്കിൽ അതിനെയാണ്, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പോളിസൈത്തീമിയ എന്ന് പറയുന്നത്. അപ്പം ഹൈ ഹിമോഗ്ലോബിൻ ലെവൽസ് ക്യാൻ ലീഡ് ടു ഡിസിനസ്, ഫാറ്റിഗ്, ഈസി ബ്രൂയിസിംഗ് ആൻഡ് അതർ സിംറ്റംസ്. എന്തൊക്കെയാണ്? തലകറക്കം, ക്ഷീണം, ചതവ്, അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെയാണ് ഈ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 10 ഈസ്. ഫാക്ടർ 10ന്റെ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൺജനൈറ്റൽ ഇൻസഫിഷ്യൻസി ആണ്. കൺജനൈറ്റൽ ഇൻസഫിഷ്യൻസി വായിക്കാം. ഫാക്ടർ 10 ഡെഫിഷ്യൻസി ഈസ് എ റെയർ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ that causes the normal clotting process to take longer than normal. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്?
ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു സാധാരണ സമയം ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് ബ്ലീഡിങ് നിൽക്കാതെ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു ജനറ്റിക് ബ്ലഡ് ഡിസോർഡറിലേക്കാണ് ഈ ഒരു ഫാക്ടർ 10 ഡെഫിഷ്യൻസി നയിക്കുന്നത്. ദിസ് കോസസ് പീപ്പിൾ ടു ബ്ലീഡ് ഫോർ എ ലോങ്ങർ ഓഫ് എമൗണ്ട് ഓഫ് ടൈം. ഫാക്ടർ 10 ഈസ് എ ക്ലോട്ടിംഗ് പ്രോട്ടീൻ. അപ്പം മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഫാക്ടർ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്ലോട്ടിംഗ് പ്രോട്ടീൻ ആണ്. അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസി. ഓക്കെ, ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബ്ലീഡിങ്ങിനാണ് കാരണമാവുക. അതായത് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവില്ല, അതിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല, ആ ഒരു കണ്ടീഷനിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. വിച്ച് വെക്ടർ ഈസ് യൂസ്ഡ് ടു ഡെലിവർ ജീൻ ഇൻ ആനിമൽ സെൽ? വിച്ച് വെക്ടർ ഈസ് യൂസ്ഡ് ടു ഡെലിവർ ജീൻ ഇൻ ആനിമൽ സെൽ? ഏതാണ് ആൻസർ? ഡിസാംഡ് റെട്രോവൈറസസ്. ഏതാണ്? ഡിസാംഡ് റെട്രോവൈറസസ്. വായിച്ചു നോക്കാം. ഡിസാംഡ് റെട്രോവൈറസസ് ആർ യൂസ്ഡ് ടു ഡെലിവർ ഡിസൈറബിൾ ജീൻസ് ഇൻ ടു ആനിമൽ സെൽസ്. അപ്പം നമ്മളെ ജീനിനെ ആനിമൽ സെൽസിലേക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ് ഡിസ്ആംഡ് റിട്രോവൈറസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ വൺസ് എ ജീൻ ഓർ എ DNA fragment has been ligated into a suitable retroviral vector, it is transferred into a bacterial, plant or animal host. അപ്പോൾ ആ വെക്ടറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഡിസാംഡ് റിട്രോവൈറസസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. PCR സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? It is a technique in molecular genetics that permits the analysis of any short sequence of DNA or RNA even in samples containing only minute quantities of DNA or RNA. ഇപ്പോൾ polymerase chain reaction എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? It is actually used to make many copies of a specific piece of DNA from a sample that contains very tiny amounts of that DNA. അപ്പം എന്താണ്, നമ്മളെ PCR നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്പെസിഫിക് പീസ് ഓഫ് DNA ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് അത്രയും പഠിച്ചു വെച്ചാൽ മതി. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? യൂസ്ഡ് ടു മേക്ക് മെനി കോപ്പീസ് ഓഫ് സ്പെസിഫിക് DNA. ഓക്കെ, അടുത്തത് all the mitochondria present in a cell are collectively called. all the mitochondria present in a cell chondriom. എന്താണ് chondriom? the set of intracellular organelles contained in the cytosol. സോറി, ഇവിടെ ഒരാളും കൂടി എക്സ്ട്രാ പഠിക്കാനിരിക്കുന്നുണ്ട്, അതിന്റെ ഒച്ചപ്പാടാണ്. എന്താണ്? സൈറ്റോസോൾ ആണ്. കോൺട്രിയോം ആണ് ആൻസർ. എന്താണ് കോൺട്രിയോം? ദ സെറ്റ് ഓഫ് ഇൻട്രാസെല്ലുലാർ ഓർഗനൽസ് കണ്ടെയ്ൻഡ് ഇൻ ദ സൈറ്റോസോൾ. കോൺട്രിയോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഇൻട്രാസെല്ലുലാർ ഓർഗനൽസ് കണ്ടെയ്ൻഡ് ഇൻ ദ സൈറ്റോസോൾ. സൈറ്റോസോൾ എന്താണ്? സൈറ്റോസോൾ മാട്രിക്സ് ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോസോൾ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് ഓഫ് സൈറ്റോപ്ലാസം. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. ഓൾ ദ മൈറ്റോകോൺഡ്രിയ പ്രസന്റ് ഇൻ എ സെൽ ആർ കലക്റ്റീവ്ലി കോൾഡ് കോൺട്രിയോം. ഓക്കെ, അടുത്തത് പോവാം. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ മലോയ് ആൻഡ് എവലൈൻ മെത്തേഡ് ഓഫ് ബിലിറൂബിൻ എസ്റ്റിമേഷൻ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ യൂസ്ഡ് ഇൻ മലോയ് ആൻഡ് എവലൈൻ മെത്തേഡ് ഓഫ് ബിലിറൂബിൻ എസ്റ്റിമേഷൻ. എന്താണ് ആൻസർ? കൊബാൾട്ട് സൾഫേറ്റ് ആണ് ആൻസർ. അടുത്തത് വിച്ച് പിപ്പറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് സ്പേംസ്. ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് പിപ്പറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് സ്പേംസ്? എന്താണ്? WBC പിപ്പറ്റ് ആണ്. ഏതാണ്? WBC പിപ്പറ്റ്. വായിക്കാം. WBC പിപ്പറ്റ് is defined as a bulb pipette which is having a long stem with a capillary bore and a pointed tip. അതിന്റെ സ്ട്രക്ചർ പറയും. This type of bulb contains a white bead inside. Okay. അപ്പം WBC പിപ്പറ്റ് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൗണ്ടിങ് സ്പേംസ്. അടുത്തത് മാസ് ഓഫ് ലിവിംഗ് മാറ്റർ അറ്റ് എ ട്രോപ്പിക് ലെവൽ ഇൻ ആൻ ഏരിയ അറ്റ് എനി ടൈം ഈസ് കോൾഡ്.
mass of living matter at a tropic level in an area at any time is called standing crop. എന്താണ് സ്റ്റാൻഡിങ് ക്രോപ്പ്? വായിക്കാം. mass of living matter at a tropic level in an area at any time is called standing crop. It indicates the total biomass of an ecosystem. It is expressed as biomass. It is the total dried biomass in a given environment. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ആ ഏരിയയിൽ ആ ഒരു ഡ്രൈഡ് ബയോമാസിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡിങ് ക്രോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടോട്ടൽ ബയോമാസ് ഓൺ എക്കോസിസ്റ്റം ആൻഡ് ഒന്നുകൂടി എന്താണ് മാസ് ഓഫ് ലിവിങ് മാറ്റർ അറ്റ് എ ട്രോപ്പിക് ലെവൽ ഇൻ ആൻ ഏരിയ അറ്റ് എനി ടൈം ഈസ് കോൾഡ് സ്റ്റാൻഡിങ് ക്രോപ്പ്. അടുത്തതും കൂടി വായിക്കാം. ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ്. ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ ഇൻക്രീസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കോൺസെൻട്രേഷൻ ഓഫ് ആരൊക്കെയാണ്? SO2 ആൻഡ് NO2. അപ്പം ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് അതാണ് SO2 ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് NO2 ആർ ദ പ്രൈമറി കോസസ് ഓഫ് ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ്റെ പ്രൈമറി കോസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഈ സൾഫർ ഡയോക്സൈഡിൻ്റെയും നൈട്രജൻ ഓക്സൈഡ്സിൻ്റെയും ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ലീഡ്സ് ടു ആസിഡ് റെയിൻ. These gases are emitted from industries, തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽ. അപ്പം ഈ ഗ്യാസസ് എങ്ങനെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നത്? ഫ്രം ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് ഓട്ടോമൊബൈൽസ്. അപ്പോൾ ആസിഡ് റെയിന് കാരണം ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഇതാണെന്ത് SO2 ആൻഡ് NO2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.